ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 അനുമോൾ അല്ലെങ്കിൽ കുശുമ്പു മോൾ, അസൂയ മോൾ, കരച്ചൽ മോൾ, കമ്പി മോൾ, എന്തൊക്കെ ഇവിടെ പേരുണ്ടെന്ന് ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഇത്രയും ചീപ്പായ ഒരൊറ്റ ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഇനി വരെ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ചീപ്പായ ഒരു ലേഡി കണ്ടസ്റ്റന്റ് ഇതുവരെ വന്നിട്ടില്ല, ഇനി വരണ്ടെന്ന് തന്നെയാണ് പ്രാർത്ഥന. ബിക്കോസ് ഇത്രയും ദിവസം ഈ ജിസേലിന് ഇവൾ ചെയ്യുന്ന ടോർച്ചറും ഈ കുശുമ്പുമ്പോൾ ഈ ജിസേലിനോട് ഇത്രയും ദിവസം കാണിച്ച ഈ ബുള്ളിങ്ങും ഒക്കെ അസഹിക്കബിളാണ്. ഇത്രയും പ്രാവശ്യം എത്രാമത്തെ പ്രാവശ്യമാണ് ഇതേ ജിസേലിനോട്. എന്നിട്ട് ഈ ജിസേൽ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ട സത്യം പറഞ്ഞാൽ വിഷമാകുന്നുണ്ട്. ഇത്രയും നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ ഒരാൾ റിയാക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇത്ര നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ മേലിവൾ ടോർച്ചറിൻ്റെ മേൽ ടോർച്ചർ, അബ്യൂസ്, ബുള്ളീൻ്റെ മേൽ ബുള്ളി ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ചീപ്പ് പേഴ്സണാലിറ്റിയാണ് ഈ അനുമോളുടേത്. എത്ര പ്രാവശ്യം അടിച്ചു ഇവളെ ജിസേലിന്. ഇവൾ അസൂയ കാരണം അടിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവൾക്ക് മതിയായിട്ടില്ല. ഇനി ഇങ്ങനെയുള്ള ചീപ്പ് കഥ പറഞ്ഞിട്ടാണ് ഇവൾ ജിസേലിനെ താത്താൻ നോക്കുന്നത്. ഇങ്ങനെയുള്ള നാണം കെട്ടവളെ എന്തിനാണ് ബിഗ് ബോസ് ഇനി നിർത്തിയിരിക്കുന്നത്? എന്തിൻ്റെ പേരിലാണ്? ഇവൾക്ക് തന്നെ കപ്പ് കൊടുത്തോളൂ. അതിന് ബാക്കിയുള്ളവർ ഇങ്ങനെ താഴ്ത്തി കണ്ടിട്ട് ആവശ്യമുണ്ടോ? ലാസ്റ്റ് സീസണിൽ ജാസ്മിനെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. അവരാണ് ഇത്തവണ അനുമോളെ പോസിറ്റീവായിട്ട് പറയുന്നത്. എന്തൊക്കെ കാണണം? ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ വെച്ച് തരാം. ഒരു നാണം കെട്ട നാറിയുടെ വീഡിയോ ആണ് ഞാൻ വെച്ച് തരുന്നത്, നിങ്ങൾ കണ്ടോ. ജിസയിലും കൂടി പുതപ്പിന്റെ അടിയിൽ വെച്ച് കാണിച്ചിട്ടുള്ള വൃത്തികേട് അനു തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് വീടിനകത്ത് വന്നിട്ട് കാണിച്ചിട്ടുള്ള വേലകള്. ആരനെ വിളിക്കുന്നു, ജിസേലിന്റെ തുണി പൊക്കിക്കൊണ്ട് തുണി നേരെ ആക്കിക്കൊണ്ട് കട്ടിലിൽ നിന്ന് അർദ്ധരാത്രി എഴുന്നേക്കുന്നു. ആര്യനും ജിസേലും കാണിച്ചത് വലിയ തണ്ടിത്തരാണെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇതേ ആൾ അടുത്ത വീഡിയോയിൽ ഇയാൾ അവരെ നല്ലത് പറഞ്ഞിട്ട് ഈ അനുമോളെ തെറ്റ് പറയുന്നുണ്ട്. ഇയാളുടെ ഒരു സ്റ്റാൻഡിൽ ഇയാൾ ഉറച്ചേക്കില്ല. ആ വീഡിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്നെ എടുത്തിട്ട് കണ്ടാൽ മതി ചാനലിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൊട്ടത്തറ ഈ പൊട്ടനെന്ന് പറയുന്നുണ്ട്, അത് നിങ്ങൾ കേട്ടോളൂ. ഇതെല്ലാം ശരിക്കും ആര്യൻ തന്നെ ഉണ്ടാക്കി വെച്ച വിനയാണ്. കാരണം അനുവിന്റെ ഒരു കിറ്റ് എടുത്ത് ആരൻ അന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഒളിപ്പിച്ചതാണ് ഇപ്പൊ ഈ പൊട്ടന്റെ പ്രശ്നം. നിങ്ങൾ നോക്കണേ, ഈ കാര്യത്തിന് ഇങ്ങനെ വളച്ചെടുക്കുന്ന രീതി ഒന്ന് നോക്കണേ. അന്ന് ഈ കിറ്റ് തിരക്കി ബിഗ് ബോസ് വീട് മൊത്തം നടന്ന് കറങ്ങി തളർന്ന് വന്നപ്പോഴാണ് ഇവരിവിടെ ഇത് കണ്ടത്. ഇല്ലെങ്കിൽ അനു ഇത് കാണുമായിരുന്നോ? അനു നേരത്തെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇന്ന് ഈ സംഭവം അനു കണ്ടത് അത് വളരെ 99% സാധനങ്ങളും നമ്മൾ ലൈവിൽ കണ്ടതാണ്. ഇനി 1% സാധനം നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് കിടന്ന് സെലക്ട്? പക്ഷെ ഈ ബാക്കി അനു പറഞ്ഞിട്ടുള്ള 99% സാധനങ്ങളും സത്യമാണ്. ഇവരെ രണ്ടുപേരെയും പുറത്താക്കുമോ പറയാൻ പറ്റത്തില്ല. മലയാള ബിഗ് ബോസ് ആണ്. അതുകൊണ്ട് നിന്നെ പോലത്തെ മണ്ണകളൊക്കെ മുമ്പത്തെ വർഷം ജിൻഡോനൊക്കെ ജയിപ്പിച്ചത്. അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല മലയാള ബിഗ് ബോസ് ആയതുകൊണ്ട്. അനുമോൾ പോകേണ്ട അടുത്ത് ഒരു പക്ഷേ ഇനി ആര്യനോ ജിസേലിനെയോ പുറത്താക്കാനും ചാൻസ് ഉണ്ട്. അത് തള്ളിക്കളയാൻ തീരെ പറ്റത്തില്ല. കാരണം നിന്നെ പോലത്തെ നാറികൾ ഉണ്ടല്ലോ ഇവിടെ. ഈ ഒരൊറ്റ കേസും പറഞ്ഞുകൊണ്ട്. കാരണം ഇവര് ബെഡിന്റെ അടിയിൽ വെച്ചുകൊണ്ട്, ബെഡിന്റെ അടിയിലല്ല പുതപ്പിന്റെ അടിയിൽ വെച്ച് കിസ് ചെയ്തിരിക്കുകയാണ്. വേറെ പല പരിപാടികളും ചെയ്യാനായിട്ട് തുടങ്ങുകയായിരുന്നു എന്നും അനുവിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ അൻസിഫ് മൂലിനായിട്ട് പറയുന്നത് നിങ്ങൾ കാണണം. ഈ നാണം കെട്ട അൻസിഫ് മൂലിനായിട്ട് പറയുന്നത്, ഇവന് നാണം ഉണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ സംശയമുണ്ട്. നിങ്ങൾ കണ്ടു നോക്കൂ ഇവൻ പറയുന്നത്. ഞാൻ നേരത്തെ ലൈവ് അപ്ഡേറ്റ് കൊടുത്തതിന്റെ താഴെയുള്ള കമന്റുകൾ മൊത്തം കണ്ടായിരുന്നു. പി ആർ ആണ്, അതാണ് ഇതാണെന്ന്. എനിക്ക് ആക്ച്വലി ഒരു കാര്യം നിങ്ങളടുത്ത് ചോദിക്കാനുണ്ട്. ഞാൻ ആ ലൈവിൽ നടന്ന സംഭവം, അനുവിന്റെ പെർസ്പെക്റ്റീവ്, അനു പറഞ്ഞ സാധനമാണ് ഞാൻ വന്ന് പറഞ്ഞത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളെന്താ പൊട്ടന്മാരാണോ മണ്ടന്മാരാണോ? എന്താ തനിക്കെന്താ ബുദ്ധിയില്ലേ? പൊട്ടനാണോ താൻ? അത് ഞാൻ വീഡിയോ സഹിതം അവിടെ ഉണ്ട്. അത് ഡിലീറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. ആ വീഡിയോ വെച്ചിട്ടാണ് ഈ കൊണക്കണ ഈ പൊട്ടൻ മരപ്പൊട്ടൻ. വേറെന്താ പറയാ? എന്നിട്ട് ഇങ്ങനത്തെ ചെറ്റത്തരം മണ്ടത്തരം പൊട്ടത്തരം പറയാം. നാണം കെട്ടവൻ, നാണില്ലാത്തവൻ. പറഞ്ഞില്ല എന്ന് സത്യം പിടിച്ചിട്ടൊക്കെ പറയുന്നത്. ഇവന് നാണമെന്ന് പറയുന്ന ഒരു സാധനമില്ല. ആദ്യം അവളെ വൈറ്റ് വാഷ് അടിച്ച് ഇനി വൈറ്റ് വാഷ് അടിക്കാൻ പെയിന്റ് തീർന്നുപോയി. അത്രക്കുള്ള കറുത്ത പെയിൻ്റല്ലേ ഇപ്പോൾ വന്ന് വീണത്. ഇനി എങ്ങനെ വെളുപ്പിച്ചെടുക്കുമെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. നമ്മൾ നോക്കാം എങ്ങനെയാണ് ഇവനൊക്കെ കൂടി ഇവളെ വെളുപ്പിച്ചെടുക്കുന്നത്. ഇവൾ ചെയ്തിരിക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഇത്ര പേർക്ക് ഇത് അറിയാമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവൾക്ക് ഒരു പേര് കൂടി ആഡ് ചെയ്യാം, ക്രിമിനൽ മോളും. ഇവൾക്കൊരു നാണുണ്ടോ? എത്ര പ്രാവശ്യമാണ് ബിഗ് ബോസ് ടീം എന്തിനാണ് ഇത്ര ഇവൾക്ക് ഫേവർ ചെയ്തിരിക്കുന്നത്? ഒരു കണ്ടസ്റ്റന്റിനെ ഇത്രയും ഫേവർ ചെയ്യാൻ എന്താണ് അവൾ അവിടെ എത്രക്കും നൽകുന്നത്? ഇതുവരെ ഒരു കണ്ടസ്റ്റന്റിനെയും ഇത്ര ഫേവർ ചെയ്തിട്ട് നിന്നിട്ടില്ല ബിഗ് ബോസ്. എന്തിനാണ് ഇവളെ ഇങ്ങനെ ഫേവർ ചെയ്യുന്നത്? എത്ര ഇൻസിഡൻ്റ് ആണ് നടന്നത്? ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞിട്ടും കാണിച്ചു തരാം. ഫസ്റ്റ് ഇൻസിഡൻറ്റ്,
അതിന് മുമ്പ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഫസ്റ്റ് ആയിട്ട് നമ്മളൊക്കെ കണ്ട ഒരു ഇൻസിഡന്റ് ആണ്. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ അനുമോളാണ് അങ്ങോട്ട് പോയി എന്തൊക്കെയോ അറ്റാക്കും ബുള്ളിയും പറ്റാവുന്ന എല്ലാ തരത്തിലും കാണിച്ചത്. ഇതുവരെ ജിസയിൽ ഒരു തരത്തിലും റീപ്ലൈ ആയിട്ട് പോലും ഒന്നും തിരിച്ച് ചെയ്തിട്ടില്ല, ഒരു തരത്തിലുള്ള ചൊറിച്ചിലും ചെയ്തിട്ടില്ല. അവൾ ഇതുവരെ നല്ല രീതിയിലാണ് ജിസയിൽ പോയിക്കൊണ്ടുള്ളത്. പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യനാണ്, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ സഹിച്ച് നിൽക്കുന്ന ഒരു കഷ്ടം നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഇവിടെ ഒന്നും തിരിച്ച് ചെയ്തിട്ടില്ല ഇവൾ ഇതുവരെ. ആ പുഷ് ചെയ്ത ആ കാര്യമല്ലാണ്ട് മുഖത്ത് പിടിച്ച് വലിച്ചപ്പോൾ പുഷ് ചെയ്തല്ലാണ്ട് വേറെ ഒരു തരത്തിലും ഈ അനുമോളെ ഇവളൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ കാണാണ്ട് പോയത്, അല്ലാണ്ട് വെറുതെ വന്നിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. ജിസേലിനെ അടിക്കാൻ പോയത്, ഓക്കെ, സോഫയിൽ വെച്ച് അടിക്കാൻ പോയത്, ആ ഫുട്ടേജ് നിങ്ങൾ കണ്ടോളൂ. രണ്ടാമത്തത് ജയിലിൽ വെച്ച് അവൾ കൊല്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോൾ. ഡയറക്റ്റ് ഭീഷണി. അത് സിമ്പിളായിട്ട് പറഞ്ഞതായിക്കോട്ടെ തമാശക്ക് പറഞ്ഞതായിക്കോട്ടെ, ഞാൻ ഇതുവരെ കണ്ടിടത്തോളം ബിഗ് ബോസിൽ ത്രെറ്റനിങ് ചെയ്യുന്നത് റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്. എന്നിട്ടും ഇവളെ ഈ കാര്യം ചോദിച്ചിട്ട് പോലും ഇല്ല. കൊല്ലു എന്നൊക്കെ പറഞ്ഞത് ലാലേട്ടൻ ചിരിച്ചിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ വിഷയമല്ലായിരുന്നു ആ സംഭവം, അതുകൊണ്ടായിരിക്കാം അത് വിട്ടത്. മൂന്നാമത്തെ ടൈം എന്താ ചെയ്തതെന്ന്, മൂന്നാമത്തെ ടൈം ഇവൾ ചിരി പിടിച്ച് ഇങ്ങനെ വലിച്ചു. ഇതിനെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ട് ഇവളെ തലയിൽ വെച്ച് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തിൻ്റെ പേരിലാണ് ഇതൊക്കെ തലയിൽ വെച്ച് നടക്കുന്നത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഏത് PR ടീം ആണെന്ന് ഒന്നും അറിയത്തില്ല. പിന്നെ ഈ PR ടീമുകളോട് നാണം കെട്ടവരോട് ഇവരോട് പുച്ഛം മാത്രമാണ്. ഈ നാണം കെട്ടവനെയും കണ്ടോളൂ. ഇവൻ എന്തൊക്കെയാ പറയുന്നതെന്നൊക്കെ നിങ്ങൾ സത്യം പറഞ്ഞാൽ പുച്ഛമാണ്. ഇങ്ങനെയുള്ളവരോട് നാണം കെട്ടവരോട് എന്തൊക്കെയാ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇവനെ പോലെ നാണം കെട്ടവർ PR എന്ന് പറഞ്ഞിട്ട് എന്ത് തെണ്ടിത്തരവും ചെയ്യാന്നാണോ? നിങ്ങൾ കണ്ടിട്ട് പറയൂ. ഞാനൊന്നും പറയുന്നില്ല. പല കാര്യങ്ങളിലും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, കുറെ ഡൗട്ട്സ് ഉണ്ട്, ഇവള് പറഞ്ഞ കള്ളമാണോ എന്ന് ഉള്ള സംശയങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് സമ്മറി ഓഫ് ദി ഇഷ്യൂ. രണ്ടുപേര് ഇടിക്കുകയാണ്, അതിന്റെ മേളിൽ ഒരു ബ്ലാങ്കറ്റ് ഇട്ടപ്പോഴത്തേക്ക് സീൻ മാറി. മനസ്സിലായോ? ഇതായിരിക്കണം അനുമോള് കണ്ടത്. ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് പല കാര്യങ്ങളും പല രീതിയിലും മാറാമെന്ന് ഈ ഒരു പിക്കിനകത്തൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അവിടെ ഇത്രയൊക്കെ നാണം കെട്ട പരിപാടി കാണിച്ചിട്ട് ഇവളെ ഇത്രയൊക്കെ പ്രൊമോട്ട് ചെയ്തു. ഓക്കെ, ഇതും ഇവിടെ വെച്ച് നിൽക്കരുത് ബിഗ് ബോസ് ടീം. ഇത് ഹിന്ദിയിലൊക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും വലിയ ആലിഗേഷൻ, ഇല്ലാത്ത ആലിഗേഷൻ, ഫേക്ക് ആലിഗേഷൻ, ഇതൊരു ക്രിമിനൽ ഒഫൻസ് കൂടിയാണ്. ഒരാളെ ഡിമെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഇവളുടെ മേൽ അവിടെയുള്ള ജിസയിലോ അല്ലെങ്കിൽ ആര്യനോ അവരുടെ ടീമോ കേസ് കൊടുത്താൽ അവളുടെ മേൽ കേസുമാകും. ഓക്കെ, ഇത് സീരിയസ് ഒഫൻസ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, ബട്ട് ഇതൊരു ക്രിമിനൽ കുറ്റാണ് ഇവൾ ചെയ്തിരിക്കുന്നത്. നാണം കെട്ട കുശുമ്പു മോൾ. ഇവളെ മറ്റേ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഹിന്ദിയിൽ ആയിരുന്നെങ്കിൽ സൽമാൻ ഖാൻ ആ ദിവസം തന്നെ വന്നിട്ട് പുറത്താക്കായിരുന്നു ഉറപ്പായിട്ട്. ഇതിപ്പോൾ ഒരു പക്ഷേ ബിഗ് ബോസ് പുറത്താക്കാത്തതിൻ്റെ റീസൺ മേ ബി ലാലേട്ടൻ ഇപ്പോൾ പുറത്താണ്, ഔട്ട് ഓഫ് ഇന്ത്യ ആണ്. മേ ബി ഇന്ത്യയിൽ ചെന്നൈയിൽ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി വന്നിട്ട് ഓൺ ദി സ്പോട്ട് വെക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ നാണം കെട്ടവളുടെ കുറച്ച് ഫാൻസും ഉണ്ട്, കുറച്ച് PR ടീമും ഉണ്ട്. കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ വർത്താനം, കുറേ നാറിയ വർത്താനം പറയുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു ഇല്ല. ഓക്കെ, നിങ്ങൾ എന്ത് വേണമെങ്കിലും വന്നിട്ട് കമൻറ്റിൽ കുണച്ചോളൂ. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയും എനിക്ക് തരാൻ അറിയാം. ഓക്കെ, ഇതൊന്നും കണ്ടിട്ട് ഞാൻ പേടിക്കാനൊന്നും പോകുന്നില്ല. അത് പിന്നെ എൻ്റെ അഭിപ്രായം ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും. ഓക്കെ, ഈ നാണം കെട്ടവളുടെ PR ഫാൻസോ ഈ ചെറ്റകളെ, അല്ലെങ്കിൽ ഇവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ലേഡീസിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ മൊണ്ണയാണെന്ന്. അപ്പോൾ ഈ മൊണ്ണകളോട് എനിക്ക് പറയാനുള്ളത്, നാണുണ്ടോ? നാണം കെട്ടവരെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്കൊരു മണ്ണുമില്ല. ഓക്കെ, വെച്ച് കാണിച്ചിട്ടുള്ള വൃത്തികേട് അനു തുറന്ന് പറഞ്ഞിരിക്കുക. ജിസേല തുണി നേരെ ആക്കിക്കൊണ്ട് കട്ടിലിൽ നിന്ന് അർദ്ധരാത്രി എഴുന്നേക്കുന്നു. ഇതെല്ലാം ശരിക്കും ആരും തന്നെ ഉണ്ടാക്കി വെച്ച വിനയാണ്. കാരണം അനുവിന്റെ ഒരു കിറ്റ് എടുത്ത് ആരും അന്ന് ഒളിപ്പിച്ച് വെച്ചിരുന്നു. ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ചെയ്തിട്ടുണ്ട്, അത് തെണ്ടിത്തനാണ്. എന്നിട്ട് ഇവന്റെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് അനുമോൾ പറഞ്ഞതാണ്.
ഞാൻ നേരത്തെ ലൈവ് അപ്ഡേറ്റ് കൊടുത്തതിന്റെ താഴെയുള്ള കമന്റുകൾ മൊത്തം കണ്ടായിരുന്നു. PR ആണ്, അതാണ് ഇതാണെന്ന്. എനിക്ക് ആക്ച്വലി ഒരു കാര്യം നിങ്ങളടുത്ത് ചോദിക്കാനുണ്ട്. ഞാൻ ആ ലൈവിൽ നടന്ന സംഭവം, അനുവിന്റെ പെർസ്പെക്റ്റീവ്, അനു പറഞ്ഞ സാധനമാണ് ഞാൻ വന്ന് പറഞ്ഞത്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൽ ഇവൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എന്താ ഇവർ ചെയ്തത് ഭയങ്കര വലിയ തെറ്റായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. ഈ നാണം കെട്ടവൻ PR എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് എന്ത് തണ്ടിത്തരം കാണിച്ചു വെക്കാമെന്ന് ആണ് ഇവൻ്റെ ഒക്കെ വിചാരം. പിന്നെ ഒരു നാണം കെട്ടവനാണ് ലൈഫ് ഓഫ് അനന്തു. അവൻ പറയുന്നത് നിങ്ങൾ കാണണം. ഇതാണ് സമ്മറി ഓഫ് ദി ഇഷ്യൂ. രണ്ടുപേരും ഇടിക്കുകയാണ്, അതിന്റെ മേളിൽ ഒരു ബ്ലാങ്കറ്റ് ഇട്ടപ്പോഴത്തേക്ക് സീൻ മാറി. മനസ്സിലായോ? ഇതായിരിക്കണം അനുമോള് കണ്ടത്. അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ പറഞ്ഞല്ലോ എന്താ ഓരോ ആൾക്ക് ഓരോരോ പെർസ്പെക്റ്റീവാണ്, ഒരു പക്ഷേ തോന്നിയിട്ട് പറഞ്ഞതായിരിക്കാം. അപ്പോൾ തോന്നിയിട്ട് എന്ത് തണ്ടിത്തരവും പറയാമെന്നാണോ? അല്ല, സത്യം പറഞ്ഞാൽ ചോദിക്കുകയാണ്, ഈ നാണം കെട്ടവനൊക്കെ PR എടുത്തെന്ന് പറഞ്ഞിട്ട് എന്ത് തണ്ടിത്തരത്തിനും സപ്പോർട്ടിക്കാന്ന് പറഞ്ഞാൽ എന്ത് ഇതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകളില്ല നിങ്ങളൊക്കെ പറയാൻ. എൻ്റെ ലിമിറ്റേഷൻസിൽ ഞാൻ നിൽക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇവരൊക്കെ പറയാൻ എനിക്ക് വാക്കുകളില്ല. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ.